ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമ്മുടെ വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും അത് കാണുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. അതിനായി ഒരു ബൗളിലെടുത്ത് അതിന് മുകളിലോട്ട് ഒരു അരിപ്പ് വെച്ച് കൊടുത്ത് അതിലേക്ക് ഒരു കപ്പ് മൈദ, 250 ml ഒരു കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ, ഉപ്പ് 1 പിഞ്ച് എന്നിവ എടുത്ത് കൊടുത്ത് നന്നായിട്ട് അരിച്ചെടുക്കുക. ഞാനിവിടെ അരിച്ചെടുക്കുന്നത് 4 തവണയായിട്ടാണ്. അങ്ങനെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നല്ല രീതിയിൽ ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലോട്ട് 3 മുട്ട പൊട്ടിച്ചത് എടുത്തതിന് ശേഷം അതിലേക്ക് പഞ്ചസാര പൊടിച്ചത് 1 കപ്പ് പതിയെ ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ബീറ്റ് ചെയ്തെടുക്കുക. എപ്പോഴും പറയുന്നത് പോലെ മുട്ട നല്ല റൂം ടെമ്പറേച്ചറിൽ ഉള്ളതായിരിക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കുക. അടുത്തതായി 1/4 കപ്പ് എണ്ണ, സൺഫ്ലവർ ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇളം ചൂടുള്ള പാല് 1/2 കപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഒരു ഇൻഗ്രീഡിയൻസ് കൂടെ നമുക്ക് ആവശ്യമുണ്ട്. അത് നമ്മുടെ ബട്ടർ സ്കോച്ച് എസൻസ് ആണ്. 1 ടീസ്പൂൺ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നല്ല രീതിയിൽ ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് പതിയെ ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഫോൾഡ് ചെയ്തെടുക്കുക. ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ കൂടുതലായിട്ട് ഫോൾഡ് ചെയ്യരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് ഡ്രൈ ആയി പോകാനും കട്ടിയായി പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഏകദേശം നമ്മുടെ ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് ഒരു മൗൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ഹാർട്ട് ഷേപ്പിലുള്ള മൗൾഡാണ്. ഇനി ഇതിലൊരു സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്തു കൊടുക്കാം. ഇത് എയർ ബബിൾസ് കളയാൻ വേണ്ടിയാണ്. ഒന്നുകിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്കിത് ഒന്ന് തട്ടി കൊടുത്തിട്ട് ബബിൾസ് കളയാം. ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇതിൽ കാണുന്നത് പ്രലീൻ ആണ്. പ്രലീൻ്റെ വീഡിയോ ഞാനിവിടെ ഇട്ടിട്ടില്ല. നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്തൊരു വീഡിയോയിൽ അത് ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മുടെ കാരമൽ സോസ് കൂടെ ഉണ്ട്. നമ്മുടെ കേക്കൊക്കെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യാം. ഒരു ബേസ് ബോർഡിൽ വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലോട്ട് സ്പഞ്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഷുഗർ സിറപ്പ് കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി മുകളിലോട്ട് വിപ്പിംഗ് ക്രീം കൂടെ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഫ്രോസ്റ്റിംഗ് ചെയ്യാം. ഇതിന് മുകളിലായി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കാരമൽ സോസ് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ പ്രലീൻ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതുപോലെ തന്നെ രണ്ടാമത്തെ മൂന്നാമത്തെ ലെയർ കൂടെ നമുക്ക് ചെയ്തെടുക്കാം. വീഡിയോ കാണുന്നതോടൊപ്പം ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അപ്പുറത്ത് കാണുന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ കൂടെ പ്രസ് ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന എല്ലാ
വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻറ്റ് വഴി അറിയിക്കുകയും ചെയ്യുക. കേക്കിൻ്റെ ഫസ്റ്റ് കോട്ടിംഗ് ഏകദേശം ഇവിടെ തീരാറായിട്ടുണ്ട്. ഫസ്റ്റ് കോട്ടിംഗ് തീർന്നതിന് ശേഷം ഒരു 15 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് ഫ്രിഡ്ജിൽ മാറ്റി വെക്കാം. അങ്ങനെ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ സെക്കൻഡ് കോട്ടിംഗ് കൂടെ നമുക്ക് തുടങ്ങാം. സെക്കൻഡ് കോട്ടിംഗ് കഴിഞ്ഞ് സൈഡൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് 1 മണിക്കൂർ നേരത്തേക്ക് ഫ്രിഡ്ജിൽ മാറ്റി വെക്കാം. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞ് ഞാനിതുപോലെ ഒരു പാത്രം എടുത്ത് അതിന് മുകളിൽ ചെറിയൊരു മോൾഡ് വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ കേക്ക് വെച്ച് അതിന് മുകളിലോട്ടായി നമ്മുടെ കാരമൽ സോസ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ കുറച്ച് നേരത്തിന് ശേഷം കാരമൽ സോസൊക്കെ എല്ലാ ഭാഗത്തും ആയിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ നേരത്തേക്ക് ഇത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമ്മുടെ പ്രലീൻ കൂടെ സൈഡിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ബട്ടർ സ്കോച്ചിൻ്റെ പ്രലീനൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മുകളിൽ ഇതുപോലെ ഒരു ഡെക്കറേഷൻ കൂടെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഡെക്കറേഷൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ചെറിയ ഡെക്കറേഷനേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ കേക്ക് ഇവിടെ നല്ല രീതിയിൽ റെഡി ആയിട്ടുണ്ട്. ഒരു ചോക്ലേറ്റിൻ്റെ ചെറിയ ഡെക്കറേഷൻ കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്കിത് ഉണ്ടാക്കി നോക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ ബൈ.